രാഹുൽ, ഇത്തരത്തിലൊരു ആചാര ലംഘനം നടന്നു, ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇത് കാര്യങ്ങൾ പുറത്തു വരുന്നത് എങ്കിൽ പോലും അത് ലംഘനമാണോ, സാധാരണ നടത്തുന്ന രീതിയിലല്ലേ നടത്തിയിരിക്കുന്നത്? ഇപ്പോൾ അത് പുറത്തു വരാനുള്ളൊരു സാഹചര്യത്തിനെ താങ്കൾ എങ്ങനെ കാണുന്നു? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോ രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിയുന്നതും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വൈക്കം ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയും ഒക്കെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ഭക്തൻ എന്ന രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളതേ, നമ്മൾ ഈ എല്ലാ ദിവസവും ഇങ്ങനെ വിവാദങ്ങളിലേക്ക് മുൻപ് പോകരുത്. ഈ ഭക്തർക്ക് ഇതൊരു മടുപ്പുണ്ടാക്കും. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വേദനയും വിഷമവും ഉണ്ടാക്കും. ഒന്നും നന്നായി പോകുന്നില്ലെന്നും അല്ലെങ്കിൽ എല്ലാം പ്രശ്നമാണെന്നും. അങ്ങനെയൊന്നും അല്ല, പ്രശ്നം കൂടിയാണല്ലോ അത്. അതൊരു വ്രണപ്പെടുന്ന പ്രശ്നമാണ്. അതായത് ഞങ്ങളടക്കം കുറച്ചു പേര് TV വരുന്ന തർക്കിക്കുന്നതിനപ്പുറത്തെ സാധാരണ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വേദനയാണ്. അവർക്ക് ദേഷ്യം പോലും അല്ല. കാര്യം അവർ ഹെൽപ്ലെസ് ആണ്. അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാനോ വിഷമം പറയാനോ പോലും സ്ഥലമില്ല. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങളുണ്ടെങ്കിൽ ഇപ്പം പള്ളിയോടെ സംഘത്തിന്റെ ആണെങ്കിലും ആരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒന്ന് ആചാരലംഘനം ഒരു കാരണവശാലും ഇത് ആരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. വിശ്വാസികളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളല്ലേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ആരെയും കുറ്റം പറയാതെ പറയാം. പള്ളിയോടെ സംഘം അടക്കമുള്ളവരും ഇപ്പം മിനിസ്റ്ററിന്റെ തിരക്ക് വല്ലതും കാരണമായിരിക്കണം അദ്ദേഹത്തെ ചെയ്ത്. പക്ഷെ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാം വിശ്വാസപ്രകാരം ഈ ദേവന് നേദിക്കുന്നു എന്നുള്ള സങ്കല്പം ഉണ്ടല്ലോ. അപ്പം ദേവന് അല്ലെങ്കിൽ DTക്ക് നേദിക്കുന്നു, വിളമ്പുന്നു, അതിന് ശേഷം ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരക്രിയകളും മറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. രാഹുൽ, ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം ഇവരെല്ലാവരും, തന്ത്രിയുണ്ട്, പള്ളിയോടെ സേവാ സംഘമുണ്ട്, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാവരും ഉണ്ട്. മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടാകണം എന്നൊന്നുമില്ല. സദ്യ വിളമ്പി മന്ത്രി കഴിച്ചു പോയി. പക്ഷേ ധാരണയുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് തടഞ്ഞില്ല ആ സമയത്ത്? അതാ പറഞ്ഞത്. ഇപ്പൊ മന്ത്രിയൊക്കെ നിൽക്കുമ്പോൾ ഈ തടയുക എന്നുള്ളത് ഇംപ്രാക്ടിക്കാലിറ്റിയാണ്. വേണമെങ്കിൽ ഇപ്പം മന്ത്രിയുടെ ഹൈ ഹാൻഡഡ്നെസ് ആണെന്ന് പറഞ്ഞ് വിമർശിക്കാം. അങ്ങനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. പകരം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ഉണ്ടെങ്കിൽ അത് രമ്യമായി പറഞ്ഞു തീർക്കുക. അത് ഈ വിഴുപ്പലക്കൽ എന്നൊരു മോഡലിലേക്ക് പോവുകയാണെങ്കിൽ അത് ദൂരവ്യാപകമായി വിഷമം ഉണ്ടാക്കിയുള്ളൂ. കാര്യം എന്തും തൊടാൻ ആൾക്കാർക്ക് പേടിയാവും. നമ്മൾ ഈ സാമൂഹ്യ പ്രവർത്തകരും മന്ത്രിമാരും ഒക്കെ നമ്മുടെ അമ്പലങ്ങളിലേക്ക് വരണമെന്നും ഭക്തരോട് സഹകരിക്കണമെന്നും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. ഇതിപ്പോ നേരെ തിരിഞ്ഞില്ലേ? ഇത് മന്ത്രിക്കെതിരെ ഉള്ളതായിരുന്നു, പക്ഷെ അത് തിരിഞ്ഞില്ലേ? കാരണം മന്ത്രിക്ക് ഈ വിഷയം അറിയില്ലായിരുന്നു. അറിയുന്ന ആളുകൾ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ പിന്നിൽ ആര് എന്നൊരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങോട്ടൊക്കെയാണ്? താങ്കൾ പറഞ്ഞതുപോലെ പറയാതെ പറയുകയാണ്. ആളുകളൊക്കെ തന്നെയായിരിക്കില്ലേ മുന്നിൽ? അതെ. അപ്പൊ ഈ എല്ലാത്തിനെയും പ്രശ്നവൽക്കരിക്കുന്ന ഒരു ആംഗിളിലേക്ക് പോകരുത്. ഇപ്പോ അവിടെയാണ് എന്തെങ്കിലും ചില കാര്യങ്ങളുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു മനസ്സിലാക്കിയും അതിന്റെ പ്രായശ്ചിത്തം ചെയ്തും മറ്റുമൊക്കെ ചെയ്യണം. എല്ലാത്തിനെയും പ്രശ്നവൽക്കരിച്ചാല് നാളെ നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാനൊരു പേടി വരും. അതായത് എന്തെങ്കിലും വന്നാൽ അവിടെ പ്രശ്നമാവുമെന്ന് തോന്നും. അപ്പൊ നമ്മുടെ അമ്പലങ്ങളിലേക്ക് ആൾക്കാർ കൂടുതൽ വരണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അമ്പലത്തിന്റെ സിസ്റ്റംസ് ആൻഡ് സ്ട്രക്ചേഴ്സിലൂടെ വരണം. ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. അപ്പൊ സ്വർണ്ണക്കൊള്ള വേറെയാണ്. സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫിസിക്കൽ മോഷണം പോയി. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ അമിതമായി നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മളെന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഒരു സംയമനം വേണം. ഈ കിട്ടുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ചാടി ഇറങ്ങരുത്. ഞാൻ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പർവ്വതീകരിച്ച് നമ്മൾ എടുത്ത് ചാടരുത്. അപ്പൊ എന്ത് വെച്ചു പറയുന്നത്? അല്ലല്ല, ഞാൻ നമ്മുടെ വിശ്വാസികളോടാ പറയണേ. ഞങ്ങൾ വിശ്വാസികളുടെ ഭാഗത്തു നിന്നേ ഇപ്പൊ ശബരിമല സ്വർണ്ണമോഷണത്തിന്റെ കാര്യത്തിലും ചില ആൾക്കാർ അത് യുവതികളുള്ള വീട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. ഞാനപ്പോ അവരെ പേഴ്സണലി വിളിച്ചു പറഞ്ഞു, ആ ആർഗ്യുമെന്റ് നമ്മൾ റേസ് ചെയ്യരുത്. അതല്ല ഇവിടുത്തെ പ്രശ്നം. സ്വർണ്ണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ യുവതികളുള്ള വീട്ടില് മറ്റേ കട്ടള കൊണ്ടുപോകുന്നുള്ളതല്ല പ്രശ്നം. അപ്പോ നമ്മൾ ഓവർ ടച്ച് ആകരുത്. ഞാൻ വിശ്വാസി ആയിട്ട് തന്നെ പറയുകയാണ്, വിശ്വാസികൾ നമ്മുടെ ഭാഗത്തു നിന്നൊന്നും അമിതമാക്കരുത്. അമിതമാക്കുകയാണെങ്കിൽ അത് തിരിച്ചടിക്കുകയുള്ളൂ. എല്ലാത്തിനും നമ്മളൊരു ലിമിറ്റും റെസ്പെക്റ്റും വെച്ച് പോകണം.